സംസ്ഥാനത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രതിഷേധങ്ങളിലും സമര പരിപാടികളിലും പങ്കെടുക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ട് പുറപ്പെടുവിച്ച വിവാദ ഉത്തരവ് തമിഴ്നാട് സർക്കാർ പിൻവലിച്ചു. ഓഗസ്റ്റ് 17-ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റും ചേർന്ന് സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് എഡ്യൂക്കേഷൻ കോളേജ് പ്രിൻസിപ്പൽമാർക്കും ജില്ലാ ഭരണകൂടങ്ങൾക്കും പോലീസിനും അയച്ച അടിയന്തര സ്വഭാവത്തിലുള്ള സർക്കുലാറിലാണ് വിദ്യാർത്ഥികൾ സമരങ്ങളിൽ പങ്കുചേരുന്നത് തടയാൻ ശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. പോലീസും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭ സാധ്യതകൾ നിരീക്ഷിക്കണമെന്നും ഓഗസ്റ്റ് 20-നകം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളുടെ വിശദമായ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സർക്കുലാറിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിയ പ്രസ്ഥാനങ്ങളും നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കുചേർന്നത് പ്രതിരോധിക്കാനായിരുന്നു ഭരണകൂടത്തിന്റെ ഈ അടിയന്തര നീക്കം. എന്നാൽ ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്ന വിമർശനം ഉയർന്നതോടെ സംസ്ഥാനത്ത് ശക്തമായ രാഷ്ട്രീയ ജനകീയ പ്രതിഷേധങ്ങൾ അലയടിച്ചു. ഉത്തരവ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇത് പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധവും അശാസ്ത്രീയവുമാണെന്ന് CJP ദേശീയ വക്താവ് സൗരവ് ദാസ് രൂക്ഷമായി ആരോപിച്ചപ്പോൾ BJP നേതാവ് വിനയ് P. സെൽവം CJPയെയും ഇടതുപക്ഷത്തെയും അരാജകത്വത്തിന്റെ വാക്താക്കൾ എന്ന് വിശേഷിപ്പിച്ച് ഉത്തരവിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നു. വിജയുടെ തമിഴക വെട്ടിക്കഴകത്തിന് നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ പുറത്തുനിന്നുള്ള കക്ഷികളുടെ പിന്തുണയോടെ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുവരെ ഉയർന്ന അതിരൂക്ഷമായ എതിർപ്പ് വിജയ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. തുടർന്നാണ് ഓഗസ്റ്റ് 19ഓടെ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. വിദ്യാർത്ഥി സമരങ്ങളുമായി ബന്ധപ്പെട്ട് വിജയ് സർക്കാർ എടുക്കുന്ന ആദ്യ യൂട്ടേൺ അല്ല ഇത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെയും ചോദ്യപേപ്പർ ചോർച്ചകൾക്കെതിരെയും സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ ഓഗസ്റ്റ് ആദ്യവാരം മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ഉത്തരവിട്ടിരുന്നു. രാജ്യവ്യാപകമായി നടന്ന ജൻസി പ്രക്ഷോഭങ്ങളും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സമ്മർദ്ദത്തിലാക്കിയ പ്രസ്ഥാനങ്ങളും തമിഴ്നാട്ടിലും ശക്തമായ സാഹചര്യത്തിൽ വിദ്യാർത്ഥി വിരുദ്ധ പ്രതിച്ഛായ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പുതിയ റദ്ദാക്കൽ ഉത്തരവ് പുറത്തിറക്കി ജനാധിപത്യപരമായ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചത്.